പക്ഷേ 10 വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം ലോകം കണ്ടിട്ടുള്ള പരിണിതപ്പറ്റരായ ഭരണാധിപന്മാരിൽ ഒന്നാമത്തെ നിരയിൽ നിൽക്കേണ്ട ആളാണെന്ന് ബോധ്യപ്പെട്ടു. ലോക നേതാക്കന്മാർ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏറ്റവും കാതോർത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ത് പറയുന്നു? അവർ രാഷ്ട്രങ്ങളെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെപ്പോഴും തൊടുന്നത് മൻമോഹൻ സിംഗിൻ്റെ അഭിപ്രായങ്ങളായിരുന്നു. പ്രധാനമന്ത്രിയായ അദ്ദേഹം അത്ഭുതകരമായ, ആരും ചിന്തിക്കാത്ത അതിശയകരമായ ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി. ഉദാരവൽക്കരണത്തിന്റെ പാതയിൽ കൂടെ മുന്നോട്ട് പോയാണ് ഇന്ത്യൻ സമ്പദ്ഘടന രക്ഷിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, മലയാളികൾ ലോകത്തിലേക്ക് കണ്ണോടിക്കുകയാണ്. നാട് വിട്ട് വീട് വിട്ടവരെല്ലാം ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലന്വേഷിക്കുകയാണ്. അവർക്ക് സ്വാഗതം കിട്ടുന്നു. അതിൻ്റെ കാരണം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളാണ്. പക്ഷെ അദ്ദേഹം ഉദാരവൽക്കരണത്തിന് സമാന്തരമായി മറ്റൊരു നയം കൂടി സ്വീകരിച്ചു. ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ, തൊഴിലില്ലാത്തവരുടെ, കിടപ്പാടമില്ലാത്തവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക അത്യാവശ്യമാണ് അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണകാലത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ പാവങ്ങൾക്ക്, സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക് അനുകൂലമായ പരിഷ്കാരങ്ങളിൽ ഏറ്റവും വലിയ പരിഷ്കാരം ഭക്ഷ്യസുരക്ഷാ നിയമമാണ്. ആ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ഫലമായി കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വളരെ ചെറിയ വിലയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഭക്ഷണ സുരക്ഷാ ബില്ല് നിയമം ഇപ്പോൾ എവിടെയെന്ന് എനിക്കറിയില്ല. ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, തൊഴിലില്ലാത്ത, വരുമാനമില്ലാത്ത കോടാനകോടി പാവങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏർപ്പെടുത്തി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. മറ്റൊന്ന്, കൃഷിക്കാർ കടം കൊണ്ട് കടക്കണിയിലായിട്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ 70,000 കോടി വരുന്ന കൃഷിക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ അദ്ദേഹം ധീരമായ തീരുമാനമെടുത്തു. അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന തീരുമാനമാണ്. വിവരാവകാശ നിയമം വന്നു. ഇന്ന് ആ നിയമം ഉണ്ടോ ഇല്ലോ എന്ന് ആർക്കും പറയാൻ സ്ഥിതിയാണ്. അധികം ഞാൻ പറയുന്നില്ല. ആദിവാസികളുടെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ഗ്രാമസഭകളുടെ അനുവാദം കൂടി വേണം എന്ന നിയമം പാസ്സാക്കിയത് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കീഴിലാണ്. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുന്ന ഒരുപാട് നിയമങ്ങൾ അദ്ദേഹം നടപ്പാക്കി. ഈ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അന്താരാഷ്ട്ര രംഗത്തെ മൻമോഹൻ സിംഗ് അധികാരനായി മാറി. ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് തന്നെ ബോധ്യമുണ്ട്, ലോകത്തിലെ എല്ലാ വൻകിട രാഷ്ട്രങ്ങളും ചെറിയ രാഷ്ട്രങ്ങളും ഇന്ത്യയുമായി പ്രതിരോധ കരാർ ഒപ്പിടാൻ മത്സരിക്കുകയായിരുന്നു. 50-ലേറെ രാഷ്ട്രങ്ങളുമായി ഇന്ന് ഇന്ത്യക്ക് പ്രതിരോധ കരാറുണ്ടായി. അതിന് മുഖ്യ കാരണക്കാരൻ ഡോക്ടർ മൻമോഹൻ സിംഗാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അതിർത്തർക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ക്ഷമയോടുകൂടി അദ്ദേഹം അത് കൈകാര്യം ചെയ്തു. ക്ഷമയോട് കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായി 1 ഇഞ്ച് ഭൂമി മുഴുവൻ നഷ്ടപ്പെടാതെ അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണകാലത്ത് ചൈനയുമായ തർക്കങ്ങളെല്ലാം നീണ്ട കൂടിയായതോടുകൂടി ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം രമ്യമായി പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു. അതിർത്തിയിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങൾ നൽകി. ചൈനീസ് അതിർത്തിയിൽ സ്ട്രൈക്ക് കോർ എന്ന് പറയുന്ന ഒരു പുതിയ കോറിനെ രൂപീകരിച്ചുകൊണ്ട് ബംഗാളിലെ പനാങ്ങിൽ അദ്ദേഹം ധീരമായ ഒരു പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. അങ്ങനെ ഇന്ത്യ സാമ്പത്തികമായി, സൈനികമായി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 രാഷ്ട്രങ്ങളിലൊന്നാണ് സാമ്പത്തിക രംഗം ഇന്ത്യ. സൈനിക രംഗത്തും
ഇന്ന് ലോകത്തെ 4 or 5 രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ. അതാണ് അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം. കേരളത്തോട് അദ്ദേഹം എന്നും ഉദാരമായ നിലപാടാണ് സ്വീകരിച്ചത്. കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇടതുപക്ഷം ഭരിച്ചപ്പോഴും അദ്ദേഹം കേരളത്തോട് ഉദാരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ചോദിച്ചതെല്ലാം കൊടുത്തില്ലെങ്കിലും പരമാവധി നൽകാൻ സാധിച്ചു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഫെഡറലിസത്തിൻ്റെ ട്രൂ സ്പിരിറ്റ് ശരിയായ അർത്ഥത്തിൽ ആ ബന്ധം നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ വിഭജനത്തെക്കുറിച്ച് ഒരു സംസ്ഥാനവും പറഞ്ഞിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളും അദ്ദേഹം നീതി പ്രവർത്തിച്ചിട്ടുണ്ട്.